ഇന്ന് ഞാനൊരു തനി നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ണിയപ്പം. മുമ്പൊക്കെ എല്ലാ വീടുകളിലും ഇത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കും. എൻ്റെ മൂത്ത ചേച്ചി പുള്ളിക്കാരത്തി എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ഇപ്പോൾ പിള്ളേർ വരുന്നു എന്ന് പറയുമ്പോഴും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. ഭയങ്കര എളുപ്പമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും, വളരെ ചുരുക്കമായിട്ടേ ഉണ്ടാക്കാറുള്ളൂ. എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത് തനി നാടൻ പലഹാരം. പണ്ടത്തെ കാലത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ പെൺകുട്ടികൾക്ക് കൊടുത്തയക്കുന്നതും ഉണ്ണിയപ്പമാണ്. ഇപ്പോൾ പക്ഷെ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ട് കൂട്ടിയിട്ട് വരുന്ന സമയത്തും തിരിച്ചു കൊണ്ടാക്കാൻ പോകുന്ന സമയത്തും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു തനി നാടൻ പലഹാരം, നമ്മുടെ കേരള സ്റ്റൈൽ നാടൻ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ തനി നാടൻ പലഹാരമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നെയ്യിലുണ്ടാക്കാം. പക്ഷെ നെയ്യിലൊക്കെ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് നോക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഭേദം. രുചിയാണ് ഉണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കിച്ചണിലേക്ക് പോകാം, വരും. അരിപ്പൊടി 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ പൊടിയാണ്. വേണമെങ്കിൽ നമുക്ക് അരി കുതിർത്തി, പച്ചരി കുതിർത്തി ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ അരച്ചെടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ, പെട്ടെന്നാണല്ലോ ഉണ്ടാക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത്. ഇവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഒന്നൊരു ചെറുപഴവും ഒന്നൊരു ഏത്തപ്പഴം നല്ലപോലെ പാകം വന്നതാണ്. ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നമ്മളുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതായത് നമ്മുടെ അപ്പം സോഫ്റ്റ് ആവണമെങ്കിൽ പഴം ചേർത്ത് കൊടുക്കണം. പാളയംകുടം പഴമായാലും മതി, പക്ഷെ ഞാനിവിടെ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് മാവിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ വെച്ച് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ ശർക്കര ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് വെച്ചിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഉരുക്കി, അതിനകത്ത് എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ, കരടോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാനാണ്. ഉരുക്കിയിട്ട് അരിപ്പയിൽ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു. ഇതൊന്ന് ചൂടാറിയ ശേഷം വേണം നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഇത് ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചു. ഇനി അപ്പത്തിന് നമുക്ക് ചേർക്കാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ളാണ് എടുത്തേക്കുന്നത്. ജീരകം 1 സ്പൂൺ, പിന്നെ 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ കൊത്തി എടുത്തിട്ടുണ്ട്, അതൊരു വലിയ സ്പൂൺ. ഇനി ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ തേങ്ങ കൊത്തിട്ട് കൊടുത്തു. വളരെ നേരിയ സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തേങ്ങാക്കൊത്ത് ഇതിൽ നിന്ന് കോരി മാറ്റി വേറെ പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനിയും അരിമാവിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഇത് വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ പോരാത്തതിന് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അത് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ചേർക്കണം. അല്ലാതെ ഒരുമിച്ച് ഒഴിച്ച് മാവ് വളരെ ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ശരിയാവില്ല. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പോളം വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു.
ഇനിയും ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കഴുകി വെച്ചിരുന്ന കറുത്ത എള്ളിട്ട് കൊടുത്തു. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്, അത് കഴിഞ്ഞ് ജീരകം ചതച്ച് വെച്ചത്, പിന്നെ ഏലക്ക പൊടിച്ചത്. ഇനി എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് അപ്പക്കാരയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ 7 എണ്ണം ഉണ്ടാക്കാം. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ വളരെ ചെറിയ കുഴിയാണ്. അപ്പോൾ കുറച്ച് മാവേ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നു നല്ലപോലെ. അപ്പോൾ കുറേശ്ശെ മാവ് ഓരോ കുഴിയിലും ഒഴിച്ചു. ഒരു സൈഡ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഇത് വെച്ചോ ഒരു ഫോർക്ക് വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗവും കൂടി നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അപ്പക്കാരയിൽ നിന്ന് എടുത്തു മാറ്റാം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവൂ, ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയും ചെയ്യരുത്. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കമ്പി ഉപയോഗിച്ചിട്ട്, പപ്പടമൊക്കെ കാച്ചുന്ന കമ്പിയില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് കുത്തിയെടുത്ത് മാറ്റുകയാണ്. അടുത്ത ബാച്ചും നമ്മളിതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരു വശം മൂത്ത് കഴിഞ്ഞപ്പോൾ അത് തിരിച്ചിട്ടു. അങ്ങനെ വീണ്ടും നമ്മുടെ ബാറ്റർ മുഴുവൻ ഇതേപോലെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തു. ഉണ്ണിയപ്പം ഇവിടെ ഫുള്ളും റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. വളരെ എളുപ്പമാണ്. നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഒരു നാടൻ പലഹാരമാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നെയ്യിലൊന്നും ഉണ്ടാക്കണ്ട, വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.